إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികൾ, നമ്മെ പടച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലുള്ള താൽക്കാലികമായ ഒരവസരത്തിന് ശേഷം നമുക്ക് മടങ്ങിച്ചെല്ലാനുള്ള, നമ്മുടെ പ്രവർത്തനങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആജ്ഞാനിരോധങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു നമുക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ചിട്ടുള്ള പുണ്യങ്ങൾ ഏറെ വർദ്ധിക്കുന്ന, സാധാരണ കാലങ്ങളെ അപേക്ഷിച്ച് ഇരട്ടിയായി നമുക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനും അതിനെ ആചരിക്കാനും നമുക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കാൽഭാഗം ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി. നമ്മൾ ആ റമദാനിൻ്റെ പുണ്യം സമ്പാദിക്കുന്ന വിഷയത്തിൽ എത്രമാത്രം ജാഗരൂകരാണ് എന്ന് വളരെ കാര്യമായി തന്നെ ഒന്ന് പുനരാലോചിക്കേണ്ട സമയമാണ്. കാരണം മുന്നിലുള്ള സമയവും പെട്ടെന്ന് തീർന്നു പോകും. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹു നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് തഖ്വ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് നോമ്പ് നിർബന്ധമാക്കിയ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞത്. അപ്പം തഖ്വ നേടിയെടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പ് ഉപകാരപ്പെടുന്നുണ്ടോ? എന്താണ് തഖ്വ? തഖ്വ എന്നാൽ അതിന് പല രീതിയിൽ നിർവചനങ്ങൾ പറയാൻ സാധിക്കും. ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഹിയ അൻ തഅബുദല്ലാഹ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തതജന്നബ മഅസിയത്തില്ലാഹി അൻ നൂരിൻ മിനല്ലാഹി തഖ്ശാ ഇഖാബല്ലാഹ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വെളിച്ചമനുസരിച്ച്, അതായത് അള്ളാഹു നമ്മെ പഠിപ്പിച്ച വഴി കാണിച്ചതനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവന് ഇബാദത്തെടുക്കുക, അവന് കീഴൊതുങ്ങി ജീവിക്കുക. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇങ്ങനെ ഈ അർത്ഥത്തിൽ തഖ്വ നേടിയെടുക്കാൻ നമ്മുടെ നോമ്പ് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വിയാമു ജുന്നത്തും മിനന്നാർ. നോമ്പ് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, അസ്വിയാമു ജുന്ന മാ ലം യഹ്രിഖ്. നോമ്പ് ഒരു പരിചയാണ്, അതിനെ പൊളിച്ചു കളയുന്നത് വരെ. ആ പരിച നമ്മളായിട്ട് പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപകാരം ലഭിക്കുകയില്ല. എന്താണത്?
അതിനെ മറ്റൊരു ഹദീസ് കൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണുന്നത്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഹദീസാണ്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരൊരുത്തനാണോ ചീത്ത വാക്കും പ്രവർത്തനവും ഒഴിവാക്കാത്തത്, അങ്ങനെയുള്ള ഒരാൾ ഭക്ഷണവും പാനീയവും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല, യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ നമ്മുടെ നോമ്പായി തീരുന്നുണ്ടോ? അള്ളാഹു അവനിലേക്ക് ചേർത്തു പറഞ്ഞതാണ്, അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന്. പ്രതിഫലത്തിൻ്റെ കണക്കുകൾക്കൊക്കെ മേലെ അതിന് അള്ളാഹു പ്രത്യേകമായി പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള നോമ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് അങ്ങനെ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വറുബ്ബ സ്വാഇമിൻ ഹല്ലഹു മിൻ സിയാമിഹി അൽജൂഉ വൽ അതഷ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര നോമ്പുകാരാണ്, നോമ്പിൽ നിന്നുള്ള അവൻ്റെ ഓഹരി വെറും പട്ടിണിയും ദാഹവും മാത്രമാണ്. അങ്ങനെയുള്ള നോമ്പുകാരായാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും അത് നഷ്ടമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ നോമ്പ് ജീവസുള്ള, ലക്ഷ്യബോധമുള്ള, അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പം നേടാനും സാധിക്കുന്ന വിധത്തിലുള്ള നോമ്പാക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. മറ്റൊന്ന്, ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ റമദാൻ എന്ന് പറയുമ്പോൾ അത് നോമ്പിൻ്റെ മാസമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിനേക്കാൾ പ്രധാനമായി അത് ഖുർആനിൻ്റെ മാസമാണ്, ഷഹ്റു റമദാൻ. അതുകൊണ്ടാണ് അത് നോമ്പിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത്. നോമ്പിൻ്റെ മാസം ഖുർആനിൻ്റെ മാസമാണ് റമദാൻ എന്നതുകൊണ്ട് അതിനെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുകയും ആ മാസം നിങ്ങൾ നോമ്പെടുക്കണമെന്ന് നമ്മളോട് പറയുകയുമാണ് ചെയ്തത്. വമൻ ശഹിദ മിൻകുമു ശഹ്റ ഫല്യസും, ഈ മാസത്തിൽ നിങ്ങളുണ്ടായാൽ നിങ്ങൾ നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്. എന്താ ഈ മാസത്തിൻ്റെ പ്രത്യേകത? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ മാസം റമദാൻ, ഇത് അള്ളാഹു വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്ന മാസമാകുന്നു. അതുകൊണ്ട് റമദാനിൻ്റെ മാസം എന്ന നിലക്ക് ഈ മാസത്തെ പരിഗണിക്കാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പിൻ്റെ കൂടെ നമുക്കുണ്ടാകേണ്ടുന്ന മറ്റു ചില പ്രത്യേകമായ പുണ്യങ്ങളുണ്ട്. റമദാനിൽ നമ്മൾ കൂടുതൽ ഉദാരവാന്മാരാകേണ്ടതുണ്ട്, കൂടുതൽ ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നോമ്പും ദാനധർമ്മങ്ങളും കൂടി ഒരുമിപ്പിക്കുക എന്നത് നരകത്തെ തൊട്ട് നമ്മളെ തടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ തന്നെ വളരെ ഉദാരവാനാണ്. എന്നാൽ റമദാനിൽ അദ്ദേഹത്തിൻ്റെ ഉദാരത അത് അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് എന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ഔദാര്യം, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് പാവപ്പെട്ട ആളുകളെ നോമ്പ് തുറപ്പിക്കുക, ഇഫ്താറു സ്വാഇം. അത് നമ്മുടെ നോമ്പിൻ്റെ കൂടെ ഒരധിക നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള നന്മകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം റമദാനിൻ്റെ മാസമെന്ന, ഖുർആനിൻ്റെ മാസമെന്ന നിലക്ക് റമദാനിനെ നമ്മൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത്? നമ്മൾ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ വെറുതെ പാരായണം ചെയ്യാൻ മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഖുർആൻ ഏറ്റവും പ്രധാനമായി മനുഷ്യൻ്റെ ആത്യന്തിക ജീവിത വിജയത്തിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയതാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ, ജനങ്ങൾക്കുള്ള സന്മാർഗമായിക്കൊണ്ടാണ് അള്ളാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. ആ സന്മാർഗത്തിൻ്റെ വിശദീകരണവും അതിൽ തന്നെയുണ്ട്. അതിന് പുറമെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ വിശദീകരണം പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, നബി വല്ലതും പറഞ്ഞാൽ അതും വഹി അനുസരിച്ചുള്ള സംസാരം തന്നെയാണ്. അപ്പോൾ ഖുർആൻ നമുക്കുള്ള സന്മാർഗമാണ്. ഈ സന്മാർഗം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം അള്ളാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി അയച്ചപ്പോൾ അവരോട് പറഞ്ഞത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ പോയി ജീവിക്കുക. പക്ഷേ
അവിടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗം വന്നു കിട്ടും, ഹിദായത്ത് ലഭിക്കും. ആ ഹുദയെ, ആ പ്രകാശത്തെ, ആ സന്മാർഗത്തെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. ആ ഇറങ്ങിപ്പോകുന്ന സ്വർഗത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു ചെല്ലാനുള്ള അവസരം അതുവഴി അള്ളാഹു നൽകും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതോടൊപ്പം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന പലതരം പ്രശ്നങ്ങൾക്ക്, ജീവിത പ്രതിസന്ധികൾക്ക്, ഇവിടെയുള്ള സാമൂഹിക തിന്മകൾക്ക്, അത് മുഖേന സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥക്ക് ഒക്കെയുള്ള പരിഹാരം ഖുർആനിൽ കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭയാനകമാണ്, വളരെ മനസ്സിനെ മരവിപ്പിച്ചു കളയുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതുതലമുറയിൽപ്പെട്ട ഒരു വിഭാഗം, അത് ചില വ്യക്തികളുടെ, ഒന്നോ രണ്ടോ കുട്ടികളുടെ ഒറ്റപ്പെട്ട ചില സ്വഭാവ ദൂഷ്യങ്ങളല്ല, മറിച്ച് ഈ സമൂഹത്തെ അത്തരത്തിലുള്ള വഴികേടിലേക്ക് നയിക്കുവാനും, ജീവിതം എന്നാൽ അതൊന്നു മാത്രമാണ്, അതിവിടെ ആഘോഷിക്കുവാനുള്ളതാണ്, ആരോടും കടപ്പാടില്ലാതെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഓരോരുത്തരും അവരുടെ സുഖവും സന്തോഷവും നേടാനുള്ള രീതിയിലാണ് ജീവിക്കേണ്ടത് എന്ന് ഈ തലമുറയെ വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന ആസൂത്രിതമായ ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് അത്തരം കാഴ്ചപ്പാടുകൾ വളരുന്നതും അത്തരത്തിൽ നമ്മുടെ തലമുറ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ പിന്നിൽ ലഹരിയുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജീവിത വീക്ഷണമുണ്ട്, ലൈംഗികതയോടുള്ള അമിതമായ ആസക്തിയുണ്ട്. ഇങ്ങനെ പല കാരണങ്ങളും. ഇവിടെയൊക്കെ നമുക്ക് ഖുർആൻ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് വഴി കാണിക്കുന്നതെന്ന് നോക്കിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള യഥാർത്ഥമായ പരിഹാരം നമുക്കവിടെ കാണുവാൻ സാധിക്കും. നമുക്കറിയാവുന്ന കാര്യമാണ്, ഖുർആൻ എല്ലാ തിന്മകളെയും നിഷിദ്ധമാക്കുകയും മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹു നൽകിയ ഈ സന്മാർഗത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ ഉഹില്ല ലക്കുമുത് ത്വയ്യിബാത്ത് വഹുരിമ അലൈക്കുമുൽ ഖബായിസ്, എല്ലാ നന്മകളും നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു, എല്ലാ തിന്മകളും നിങ്ങൾക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അപ്പം ഈ രീതിയിലാണ് ആ ഒരു നിലപാട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചാൽ ജീവിതം അത് മുഖേന സമാധാനമുള്ളതായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളെ വഴി നടത്തുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അതുപോലെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമു ത്വാഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ വലിയ രക്ഷകർത്താവ്. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്നു. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, അവരുടെ വലിയുകൾ, അവരുടെ രക്ഷകർത്താക്കൾ ത്വാഗൂത്തുകളാണ്, ദുർമൂർത്തികളാണ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരാണ്. അവരാകട്ടെ പ്രകാശത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അവരെ വഴി നടത്തുന്നത്. അവർ നരകാവകാശികളായിരിക്കും, അവർ അതിൽ സ്ഥിരമായി വസിക്കുന്നവരുമായിരിക്കും. അപ്പം അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അന്ധകാരങ്ങൾ എന്ന് അല്ലാഹു ദുലുമാത്ത് എന്ന് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തിന്മയുടെ വഴികൾ എമ്പാടുമുണ്ട്, അതിന് പല വൈവിധ്യങ്ങളുമുണ്ട്. എന്നാൽ സത്യത്തിൻ്റെ, നന്മയുടെ മാർഗം ഒന്നു മാത്രമാണ്. അതിനെ നൂർ എന്ന് ഏകവചന രൂപത്തിലാണ് അല്ലാഹു പറഞ്ഞത്. എല്ലാ തിന്മകളുടെ വഴിയിൽ നിന്നും സത്യത്തിൻ്റെയും നന്മയുടെയും ഏകമായ വഴിയിലേക്കാണ് അള്ളാഹു സത്യവിശ്വാസികളെ ക്ഷണിക്കുന്നത്. ഇവിടെ അള്ളാഹു അവരെ വഴി നടത്തുമെന്ന് പറഞ്ഞെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ മുഖേന അള്ളാഹു അവരെ അപ്രകാരം വഴി നടത്തുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാമി വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ ഖുർആൻ മുഖേന അള്ളാഹു അവൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്ന ആളുകളെ സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കും. അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അള്ളാഹു പ്രകാശത്തിലേക്ക് കൊണ്ടുവരും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. എന്നിട്ട് ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹു അവരെ നയിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഖുർആൻ അവതരിച്ച മാസമാണ് റമളാൻ. നമ്മൾ ഈ ഖുർആനുമായി നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കേണ്ട സമയമാണിത്. ആ ഖുർആൻ ഉൾക്കൊള്ളണം, പാരായണം ചെയ്യണം,
പാരായണം ചെയ്യുന്നത് പ്രതിഫലമുള്ള കാര്യമാണ്. ഓരോ ഹറഫിനും പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഹറഫിന് 10 ഹസനത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യണം. ഒരു മാസത്തിലൊരിക്കൽ സാധാരണഗതിയിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കാറുള്ളത് റമദാനിലാണ്. റമദാനിൽ തന്നെ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുക എന്നത് വലിയ പ്രയാസമായാണ് പല ആളുകൾക്കും അനുഭവപ്പെടാറുള്ളത്. എന്നാൽ നമ്മൾ ആ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്ന വിത്തറിൻ്റെ കുനൂത്തിലൊക്കെ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെറുതെ പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് നമ്മൾ നമ്മുടെ മനസ്സുകളെ ഖുർആനിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം വർദ്ധിപ്പിക്കണം. പാരായണത്തിനപ്പുറം നമ്മളതിനെക്കുറിച്ച് പഠിക്കണം. കാരണം ഖുർആൻ അള്ളാഹു നമുക്ക് അവതരിപ്പിച്ചു തന്നത് അതിനെക്കുറിച്ച് പഠിക്കാനും ആലോചിക്കാനും വേണ്ടിയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിഹിം അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അള്ളാഹു ചോദിക്കുകയാണ്, അവരെന്താണ് ഖുർആനിനെ കുറിച്ച് ആലോചിക്കാത്തത്? അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവെക്കപ്പെട്ടിരിക്കുകയാണോ? അള്ളാഹു നമുക്കുള്ള സന്മാർഗമായി ഇത് അവതരിപ്പിച്ച് തന്നിട്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെങ്കിൽ അള്ളാഹു ചോദിക്കുന്നത് എന്താ? അവരുടെ മനസ്സ് പൂട്ടിയിട്ടിരിക്കുകയാണോ? അവർക്ക് വേണ്ടി ഈ പ്രകാശം അള്ളാഹു ഇറക്കി തന്നിട്ട് എന്താണ് അവരതിനെക്കുറിച്ച് ആലോചിക്കാത്തത്? കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ. ഈ ഗ്രന്ഥം അതിൻ്റെ ആയത്തുകൾ, വചനങ്ങൾ വിശദീകരിക്കപ്പെട്ട നിലക്ക് അറബിയിൽ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായി അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിലക്ക് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഗ്രന്ഥത്തെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമായി അവതരിപ്പിച്ചത് അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനും അതോടൊപ്പം ബുദ്ധിയുള്ള ആളുകൾ അതിൽ നിന്ന് ഉത്ബോധനം സ്വീകരിക്കുന്നതിനും വേണ്ടിയാകുന്നു. അപ്പോൾ ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നതെന്നറിയാതെ, നമ്മൾ ഓതുന്ന വചനങ്ങളുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ നന്മ ഉൾക്കൊള്ളാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുക? അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ലക്ഷ്യമായി, ഒരു അജണ്ടയായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് തുടങ്ങി വെക്കേണ്ടുന്ന സമയമാണ് ഈ റമദാൻ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു? ഇപ്പോൾ നമ്മളൊക്കെ പ്രവാസികളാണ്. നമ്മളിവിടെ വരുമ്പോൾ മിക്കവാറും ആളുകൾ വളരെ ചെറിയ പ്രായത്തിൽ തങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനുള്ള വഴികൾ തേടി ഇവിടെ വന്നവരാണ്. അന്ന് നമുക്ക് എന്താണ് അറിയുക? വളരെ ചെറിയ രീതിയിലുള്ള അറിവാണെന്നുണ്ടാവുക. പക്ഷെ നമ്മൾ പല ഭാഷകൾ പഠിക്കുന്നു, സാങ്കേതികമായി നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്നു. അങ്ങനെ വന്ന അവസ്ഥയേക്കാൾ നമ്മളിപ്പോൾ പലതും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എഴുതണമെങ്കിൽ അതിൻ്റെ കോഴ്സ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഭൗതികമായ ആവശ്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുമെന്ന് കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് ഇപ്പോഴും. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ പരമമായ ജീവിത വിജയത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കാത്തത്? എന്താണ് അതിന് പ്രയാസമുള്ളത്? നമ്മുടെ ചുറ്റുപാടും ഖുർആൻ പഠിപ്പിക്കുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ഖുർആനിൻ്റെ ധാരാളം ആപ്പുകളുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള അറിവുള്ള ഭാഷകളിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അത് നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക എന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അജണ്ടയായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل وسلم على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് തന്നെ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് മടിയും മടുപ്പും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് വേണ്ടത്ര ഖുർആനുമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന അത്ര വിശുദ്ധി പ്രാപിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ആ രംഗത്ത് നമുക്കുള്ള വീഴ്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധാരാളമായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് പോലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ രക്തം അദ്ദേഹം പാരായണം ചെയ്ത മുസ്ഹഫിൽ വീണതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
അദ്ദേഹം പറയുകയാണ്, ലൗ തഹറത് ഖുലൂബുന ലമ്മാ ശബഅനാ മിൻ കലാമില്ലാഹ്. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സംസാരത്തെ തൊട്ട് നമുക്ക് ഒരിക്കലും മതി വരികയില്ല. അള്ളാഹുവിൻ്റെ വാക്ക്, ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത് നമുക്കൊരിക്കലും മതിയാവുകയില്ല നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കുന്നത്. മുൻഗാമികളായ ആളുകളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ വളരെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത നിലക്ക് ഒരു ദിവസം 2 ഖത്മൊക്കെ ചെയ്തിരുന്നു. ഇമാം ഷാഫിഈ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ റമദാനിൽ അദ്ദേഹം 60 ഖത്മ ഓതാറുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഇമാം ഖത്താദ സാധാരണ നിലക്ക് 7 രാത്രികളിൽ ഖുർആൻ ഓതി തീർക്കും. എന്നാൽ റമദാനായാൽ 3 രാത്രികൾ കൊണ്ട് അത് ഓതി തീർക്കും. അവസാനത്തെ 10 ഓരോ രാത്രിയിലും ഓതി തീർക്കും എന്നൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അത്രയൊക്കെ സാധിക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കും. കാരണം ഖുർആൻ മുഴുവൻ ഓതാൻ ഒരു 6-7 മണിക്കൂർ മതി. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ, നമ്മുടെ മനസ്സിനെ അതിനെ പാകപ്പെടുത്താൻ പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും ഖുർആനുമായുള്ള ബന്ധം, അത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ ആശയം മനസ്സിലാക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയും താല്പര്യവും കാണിക്കേണ്ടതുണ്ട് എന്ന് ഈ വചനങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആൻ പാരായണത്തിൻ്റെ പല പ്രത്യേകതകളിലൊന്നായി നമുക്ക് കാണാൻ സാധിക്കും, ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയും. എവിടെ സാക്ഷി പറയുക? പരലോകത്ത് അള്ളാഹു ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി ഷാഫിഅൻ ലിഅസ്ഹാബിഹി, അത് അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ശുപാർശകനായി വരും. നമ്മൾ ഖുർആൻ ഓതിയാൽ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശകനായി വരും. നോമ്പിനെ കുറിച്ചും അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്, നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ പറയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ സഹറാവൈൻ, സഹറാവൈൻ അതിനെ നിങ്ങൾ പാരായണം ചെയ്യുക. അതെന്താണ്? അൽ ബഖറ വ ആലു ഇമ്രാൻ, സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇമ്രാനും നിങ്ങൾ പാരായണം ചെയ്താൽ ഫഇന്നഹുമാ യഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹാ ഗമാമതാനി ഔ ഗയായതാനി ഔ ഫിർഖാനി മിൻ ത്വയ്രിൻ സ്വവാഫ്, അത് മേഘത്തണലുകൾ പോലെയോ പക്ഷിക്കൂട്ടങ്ങൾ പോലെയോ ഒക്കെ അവിടെ ഹാജരായിക്കൊണ്ട് തുഹാജൂന അൻ സാഹിബിഹിമാ, ആ 2 സൂറത്തുകളും ഓതിയിരുന്ന അതിൻ്റെ ആളുകൾക്ക് വേണ്ടി അവർ അള്ളാഹുവിനോട് വാദിക്കുമെന്ന്. ഇഖ്റഉ അൽ ബഖറ, അതുകൊണ്ട് നിങ്ങൾ അൽ ബഖറ പാരായണം ചെയ്യുക. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഖുർആൻ പാരായണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. യുഖാലു ലി സാഹിബിൽ ഖുർആൻ, പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആളുകളോട് അള്ളാഹു പറയും, ഇഖ്റഉ വർഖ വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ, നീ ഖുർആൻ പാരായണം ചെയ്യുക, എന്നിട്ട് കയറിപ്പോയിക്കൊള്ളുക. നീ ദുനിയാവിൽ വെച്ച് ഖുർആൻ ക്രമപ്രകാരം തർത്തീൽ ചെയ്ത് ഓതിയിരുന്നത് പോലെ ഓതിക്കൊള്ളുക. എന്നിട്ടോ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ, നിന്റെ സ്വർഗത്തിലെ സ്ഥാനം നീ അവസാനം ഓതുന്ന ആയത്തിൻ്റെ അവിടെയായിരിക്കും. അപ്പോൾ ആയത്ത് ഓതി ഇങ്ങനെ കയറിപ്പോയാൽ ഏതുവരെ നമുക്ക് ഖുർആൻ ഹിഫ്ളുണ്ടോ, ഏതുവരെ നമുക്ക് ഓതാൻ സാധിക്കുന്നുവോ അവിടെ ആയിരിക്കും അള്ളാഹു നമ്മുടെ പദവി സ്വർഗത്തിൽ നിശ്ചയിക്കുക എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആനിലേക്ക് നാം നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കണം. ഖുർആനിൻ്റെ വെളിച്ചം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതിൻ്റെ ആശയം നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ അവസാനം അത് നമ്മുടെ സ്വഭാവമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, ഖുലുഖുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അങ്ങനെ ഖുർആനിനെ സ്വഭാവമായി സ്വീകരിച്ച ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഈ സമൂഹം എത്രമാത്രം സുന്ദരമായിരിക്കും. നേരത്തെ പറഞ്ഞ നിലക്കുള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഖുർആനാണ്, ഖുർആനിൻ്റെ വെളിച്ചമാണ് നമുക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെയുള്ള പരിഹാരം. ആ പരിഹാരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പാലിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാറ്റി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർനാ അലൽ ഖൗമിൽ കാഫിരീന വൽ ളാലിമീൻ. അല്ലാഹുമ്മ അൻസുരിൽ മുവഹ്ഹിദീന അൽ മുസ്തദഅഫീന ഫീ കുല്ലി മകാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين، وصلى الله على المرسلين.